ഹലോ, ഐ ആം സീനുഷാൻ. വെൽക്കം ടു ദി വീഡിയോ. ഫ്രോക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതിൽ ചെറിയൊരു മാറ്റമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല. അതിന് പകരം അവിടെ ഒരു പൈപ്പിങ് ചരട് പോലെ വെച്ച് കൊടുക്കാനാണ് കേട്ടോ. അതായത് ജസ്റ്റ് നമ്മളതിന് വേറെ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇങ്ങനത്തെ ഒരു പീസ് വെച്ച് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അളവ് തെറ്റില്ല. കാരണം കറക്റ്റ് വരച്ച് വെട്ടുമ്പോൾ ചിലപ്പോൾ തെന്നിപ്പോവും. ഇത് ഒരു കട്ട് പീസ് എടുത്തിട്ട് ചെറിയ ഒരു സ്ക്വയർ പീസ് എടുത്ത് അതിൻ്റെ കോണായിട്ടുള്ള ഭാഗം നമ്മൾ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. അതിനനുസരിച്ച് നമുക്ക് നെക്കൊന്ന് മാറ്റം വരുത്തേണ്ടി വരും. നെക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ പൈപ്പിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്രോസ് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ക്രോസ് പീസിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടുവെക്കുക, അപ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല വശം ഉൾവശത്താക്കി ഒരു 1/4 ഇഞ്ചിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത് ഷോൾഡറിൻ്റെ അവിടെ പൈപ്പിംഗ് പോലെ ചരട് വെച്ച് കൊടുക്കാനുള്ളതാണ്. കുട്ടികൾക്ക് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ കറക്റ്റായിട്ട് അളവിനനുസരിച്ചിട്ട് കെട്ടാനും പറ്റും. പിന്നെ സിബ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സിബ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് പാൻറ്റിലൊക്കെ ചരട് കോർക്കുന്ന പോലെ നമുക്ക് കോർത്തെടുക്കാം. ഓക്കെ, കോർത്ത് ഇങ്ങനെ എടുത്തതിന് ശേഷം പൈപ്പിംഗ് ആയിട്ട് നമുക്ക് കിട്ടും. ജസ്റ്റ് നോക്കി നോക്കുക. സിമ്പിളാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. എത്ര നീളമുള്ള പൈപ്പിംഗ് ആണെങ്കിലും നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം ഉടുപ്പിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഓക്കെ, നല്ല വശങ്ങൾ ഉൾവശത്താക്കി 2 ഭാഗവും ഇട്ടതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. പൈപ്പിംഗ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഫ്രണ്ട് പീസും, അതായത് ലൈനിങ്ങും അങ്ങനെയാണ്. ലൈനിങ്ങിന് പകരം നമ്മൾ 2 പീസ് കട്ട് ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ. ഒരു പീസിൻ്റെ മീതെ പൈപ്പിംഗ് വെച്ച് അതിൻ്റെ മീതെ നല്ല വശങ്ങൾ ഉൾവശത്താക്കി വീണ്ടും മേലെ വെക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, അടുത്ത ഒരു പീസും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ക്രോസ് പീസ് പൈപ്പിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗം മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ബാക്ക് ഭാഗത്തേക്ക് നമുക്ക് ആവശ്യമാണ്. ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി കൈക്കുഴി, കഴുത്ത്, കൈക്കുഴി, അങ്ങനെ ഷോൾഡർ, അങ്ങനെ കറക്റ്റായിട്ട് ചീത്തവശം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം തയ്യൽ തുമ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അത് നല്ല വശത്തോട്ട് മറിക്കാം കേട്ടോ. അതിങ്ങനെ ചെയ്യും നല്ല ഫിനിഷിങ് കിട്ടാനാണ്. തയ്യൽ തുമ്പൊക്കെ ഉള്ളിൽ പോവുകയും ചെയ്യും, നല്ല ഫിനിഷിങ് ആയിട്ട് കിട്ടുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് അതിന് മേലടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. 2 ഭാഗവും നമുക്ക് ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് സ്കേർട്ടിൻ്റെ ആണ്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ഇതുവരേക്കും ഓക്കെ, ബൈ ബൈ.